ചോറിലെ ലിസ്റ്റ് എടുക്കാണ്ട് ഈ പുണ്യദിനങ്ങളിൽ പോലും ചില ആളുകൾ ചില ട്രെൻഡുകൾ സെറ്റ് ചെയ്യാൻ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വാട്സപ്പിൽ ചില ഗ്രൂപ്പുകൾ. എന്താ ഗ്രൂപ്പ്? മന്തിയുള്ള പള്ളി ഒരു ഗ്രൂപ്പാണ്. എന്നിട്ട് അതിൽ ചെറുപ്പക്കാർ ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിൽ ഓരോരുത്തരും തങ്ങളുടെ പരിസരത്ത് നോമ്പ് തുറക്ക് വലിയ ഭക്ഷണവും മറ്റും സജ്ജീകരിച്ച പള്ളികളുടെ ലിസ്റ്റ് ഇടുക. എന്നിട്ട് ബൈക്ക് എടുത്ത് വണ്ടിയെടുത്ത് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ലക്ഷറി ഇഫ്താറുകൾ സെറ്റ് ചെയ്യാം. 600 രൂപയും 700 രൂപയും ഒക്കെ പെർ ഹെഡ് വാങ്ങി വലിയ വലിയ ഇഫ്താറുകൾ സെറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വ്ളോഗർമാര് വന്ന് അതിന്റെ പരസ്യം കൊടുക്കുക. സഹോദരങ്ങൾ, എത്രത്തോളമാണ് നമ്മൾ കെണിയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളമാണ് നമ്മൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അല്ലാഹുവിന്റെ ആയത്ത് നോക്കൂ, വല്ലദീനഹും അനിൽ ലഗ്ബി മുഅ്രിദൂൻ. എല്ലാ അനാവശ്യ കാര്യങ്ങളും, അനാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ കൊടുത്തത് ശിർക്ക് മുതൽ തിന്മകൾ മുതൽ അവനാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ മാറ്റിവെക്കുന്ന ആളുകൾ. ശിർക്കിന്ന് വിട്ടു നിൽക്കണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അവനവൻ ആവശ്യമില്ലാത്ത പരലോകത്തും ഇഹലോകത്തും തനിക്ക് ഒരു ഗുണം ചെയ്യാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. നമ്മുടെ സഹോദരങ്ങൾ, ഈ ട്രെൻഡിന്റെ ഒക്കെ പിറകെ പോയി 4 ആയത്ത് ഓതേണ്ട സമയം ചോറുള്ള പള്ളി തേടി ബൈക്കെടുത്ത് യാത്ര പോകുന്നവൻ എന്ത് റമദാനാണുള്ളത്? അതുകൊണ്ട് ഖുർആൻ ഓതി പോകുമ്പോൾ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം.